ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അപ്ലസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതാണ് നിബിൾസിൻ്റെ ടേസ്റ്റി നിബിൾസിൻ്റെ മീൻ പീര. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 3 പാക്കറ്റിൻ്റെ ആണ് ഉള്ളത്. അപ്പോൾ ഞാനിത് ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കും. ഇതിൽ ഉണ്ട്, ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ട്. ഇത് മൈക്രോവേവിൽ വെക്കും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നല്ല ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ച് ഒരു 3-4 മിനിറ്റ് 5 മിനിറ്റ് വരെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇത് പൊട്ടിക്കാണ്ട് ഇതുപോലെ ഇട്ടിട്ടാ. അതുപോലെ മൈക്രോവേവിൽ വെക്കുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ സാധാ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. ഞാൻ പാൻ വെച്ചിട്ട് ഇതിൽ നമ്മുടെ മീൻ പീര ഇട്ടിട്ട് ഒന്ന് 5 മിനിറ്റ് ചൂടാക്കിയെടുത്ത്. പക്ഷേ എരിവ് കുറവായതുകൊണ്ട് എനിക്ക് നല്ല എരിവ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എരിവ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ഞാൻ കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്ത് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ ഒന്ന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അത് തുടച്ച് എരിവിനനുസരിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം. നല്ല നാടൻ വെളിച്ചെണ്ണയാണ്, കുറച്ച് ഒഴിച്ചു കൊടുക്കണുള്ളൂ. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അതൊന്ന് നല്ല മണം വരുന്നുണ്ട്. സംഗതി ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ല ഇതാവണ്ട. ഇതിൻ്റെ ഒരു പച്ചമണം ഒക്കെ ഒന്നുകൊണ്ട് മാറി കിട്ടിയാൽ മതി. പിന്നെ ഇതൊന്ന് അങ്ങനെ ചെറിയ ഉള്ളി ഇങ്ങനെ ഒന്ന് കടിക്കുന്നതും ഇതിൽ നല്ല ടേസ്റ്റുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലിട്ട് കൊടുക്കാൻ വേണ്ടി പോകുക. കുറച്ച് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ച്. നമ്മൾ മലയാളികൾക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള കറികളാവില്ലേ ഇഷ്ടം. അതുകൊണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇത്തിരി എരിവ് ഉള്ളതിലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളകും പിന്നെ ഇത്തിരി കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എൻ്റെ രീതിയിലുള്ള ഈ മീൻ പീര എങ്ങനെയോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് നോക്കുന്നത്. ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലത്തെ 3 പാക്കറ്റ് തന്നെ. ഇപ്പോൾ ഞാൻ ആദ്യം ഞാനിത് ലാസ്റ്റ് ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ ചെയ്യും. ഈ പാക്കറ്റിൽ തന്നെ ഇവരുടെ പ്രോഡക്റ്റുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിൽ കണ്ടി 2 പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഇതിൽ ഞാൻ ഉടച്ച് ചേർത്തേക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇത് ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എരിവ് കുറവാണെന്നുള്ളൂ കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കാം. ഒരു ഇതൊക്കെ മിക്സാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ്, മൊത്തം ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ 1 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതാക്കി എടുക്കാം. ഇതിൽ ഇവർ ഈ ഉൽപ്പന്നം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഏത് ഇത് വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്, ഏത് രീതിയിലൂടെയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ട് വിശദാംശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതങ്ങോട്ടൊക്കെ റെഡി ടു ഈറ്റ് ഫ്രോസൺ സ്നാക്ക് പ്രൊഡക്റ്റ്, നമ്മൾ പ്രോസസ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ സമൂസ, അതുപോലെ വെജിറ്റബിൾ കട്ട്ലേറ്റ്, വെജിറ്റബിൾ സ്പ്രിംഗ് റോള്, അങ്ങനെ ചീസ് ബോൾ വെച്ചിൻ്റെ, ഫിഷിൻ്റെ നട്ട്സ്, പ്രോൺസ് കട്ട്ലേറ്റ്, അങ്ങനെ ഫിഷ് ചീസ് പെപ്പർ കട്ട്ലേറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് ഇവരുടെ. ട്യൂണ ടൊമാറ്റോ റൈസ് ഉണ്ട്, മീൻ പീര. അപ്പോൾ ഞാൻ
ട്രൈ ചെയ്തുകൊണ്ടിരിക്കില്ലേ. പിന്നെ ഫിഷ് ബിരിയാണിയും ഒരുവിധമല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ. ഞാനിത് രണ്ടും മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അല്ല, ഇത് മാത്രമേ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ചക്ക വരട്ടിയില്ലല്ലോ, അതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഞാൻ ഇതുപോലെ കാണിച്ച് തരട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. കോക്കനട്ട് റൈസ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ സംഭവം. അടിപൊളി മണം. സംഭവം കലക്കി എന്നാണ് തോന്നുന്നത്. നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ ടേസ്റ്റ് സൂപ്പറായിരുന്നു. എരിവിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ കുരുമുളകും കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ടിട്ടൊക്കെ ഇതാക്കിയെടുത്തല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എന്തെന്ന് നോക്കി വെക്കണം. ഞാനിത് എങ്ങനെയുണ്ട് ടേസ്റ്റ്. നല്ല ചൂട് ചോറിലേക്കൊക്കെ നല്ല സൂപ്പറാവും കേട്ടോ സംഭവം. അപ്പോൾ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. സംഭവം മണം കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ് സംഭവം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ ചിലത് എനിക്കിഷ്ടം മനസ്സിനോട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷെ ആദ്യത്തെ എരിവ് ഉണ്ടായിരുന്നില്ല. എരിവ് ഇപ്പോൾ എല്ലാവർക്കും ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് വേണം. അങ്ങനെ എരിവ് ഇഷ്ടപ്പെടുന്നവർ പല തരത്തിലല്ലേ. അപ്പം അത് അവരങ്ങനെ തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഒരു പാകത്തിന് കുറച്ചിട്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഇതിലാണെങ്കിൽ കുറച്ചിട്ട് ആണ് അവരുണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയും പച്ചമുളകും സവാളയും നമ്മൾ കറിവേപ്പില ലീഫൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ രീതിയിൽ ഒന്ന് ഇത്തിരി എരിവൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സൂപ്പർ സാധനം. അതിപ്പോൾ നമുക്ക് നേരമില്ല എന്നുള്ള സമയങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം നാളെ നമുക്ക് പോകണം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ അത് പെട്ടെന്ന് കടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ച വല്ല ഉണക്ക മീനിൻ്റെയൊക്കെ രുചിയാവും എന്ന്. ഇതിപ്പോൾ ഇങ്ങനെ മീൻ പീര എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പാക്കറ്റുകളിലൊക്കെ കിട്ടണമല്ലേ, ഇത്ര ഒരു വർഷത്തോളം അങ്ങനെ കേടുവരാണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രുചി വ്യത്യാസം എന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ച്. ഫിഷിന് കാര്യത്തിനൊക്കെ ഒരു ഉണക്കമീൻ്റെ ഒരു രുചി ആയിരിക്കും എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ശരിക്കും നല്ല ഫ്രഷ് മീനിൻ്റെ രുചി നല്ല അടിപൊളിയായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തോളൂ. കാരണം സൂപ്പറാണ് സാധനം.